ഹലോ ഗായ്സ്, ആജുസ് ടെക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ കൈയാണ് എടുക്കാൻ പോകുന്നത്. കൈ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാൻ പോവാണ്. ആദ്യം ഇത് നോട്ട് ചെയ്തോളൂ. ഇതാണ് കൈയിൻ്റെത്. A to B വീതി, B to C നീളം, D ഷേപ്പ്. ഓക്കെ, ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കുക. ഇപ്പം ഞാൻ മെജർമെൻറ്റ് ഇല്ലാണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. ജസ്റ്റ് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രം ഇത് കാണിച്ചു തരാണ്, മെജർമെൻ്റ് ഒന്നും ഇല്ലാതെ. ഇപ്പോൾ ഫസ്റ്റ് ഇതൊരു പേപ്പർ, ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം നീളത്തിൽ ഇങ്ങനെ മടക്കുക. ഈ സൈഡ് കാണണം. ഇപ്പം നമ്മൾ സെൻറ്റർ ഭാഗം മടക്കി കഴിഞ്ഞു, നീളത്തിലാണ് മടക്കിയിട്ടുള്ളത്. ഇനി നേരെ ഇതിൻ്റെ നേരെ പകുതി ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇപ്പം ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗം ഓപ്പൺ ആയിരിക്കും. ഈ ഭാഗം 4 പീസ് ഉണ്ടാവും, ഈ ഭാഗം 2 പീസും. ഇത് ക്ലോസ് ആയിരിക്കും, ഇത് ഓപ്പൺ ആയിരിക്കും. ഇങ്ങനെയാണ് മടക്കേണ്ടത്. ആദ്യം നമ്മൾ ഈ ഇതിലേക്ക് ഇവിടെ വെച്ചിട്ട് ഇത് 5ലേക്ക് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഒരു ക്രോസ് ലൈൻ കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഒരു ക്രോസ് ലൈൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ താഴെ ഭാഗത്ത്, ഇത് നമ്മുടെ കൈയിൻ്റെ താഴെ ഭാഗമാണ്, ഇത് മേലെ ഭാഗമാണ്. ഈ താഴെ ഭാഗത്ത് നമുക്ക് 13 സെൻറ്റിമീറ്ററിലേക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഒരു ക്രോസ് ലൈൻ കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ക്രോസ് ലൈൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു ഷേപ്പ് കൊടുക്കുക. കൈക്ക് ഷേപ്പ് ഉണ്ട്, ബാക്ക് സൈഡും ഷേപ്പ് ഉണ്ട്, ഫ്രണ്ടിലും ഷേപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മളെ ഷേപ്പ്. ഇത് ബാക്ക് സൈഡ് ഷേപ്പാണ്, ഇത് ഫ്രണ്ട് സൈഡ് ഷേപ്പാണ്. ഇപ്പോൾ ഇത് കൊടുക്കേണ്ടത് ഈ രീതിയിലാണ് കൊടുക്കേണ്ടത്. കുറച്ച് ഒന്ന് ഇതാക്കിയിട്ട് കൊടുക്കണം. ഇത് ഫ്രണ്ട് സൈഡ് ഷേപ്പാണ്, അത് ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്യാം. ഈ ഫസ്റ്റ് നമുക്ക് ഈ ബാക്ക് സൈഡ് ഷേപ്പാണ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ബാക്ക് സൈഡ് ഷേപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സൈഡ് കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞു, ഈ ഷേപ്പും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഓപ്പൺ ചെയ്യണം. നമ്മൾ കൈ ഓപ്പൺ ചെയ്തിട്ട് രണ്ടും ഒരുപോലെ വെച്ചതിന് ശേഷം, ഇപ്പോൾ അത് രണ്ടും കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മളെ കൈ. ഓക്കെ, ആണ് നമ്മൾ കൈ കട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 2 കൈയുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൈ കട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൈ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇതിന് മെജർമെൻറ്റ് എടുത്തിട്ട് സെയിം ഇതേപോലത്തെയാണ്, പക്ഷേ മെജർമെൻറ്റിൽ ഈ അളവുകളെല്ലാം മാറും, നീളം വീതി എല്ലാം മാറും. ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് തുണിയിൽ കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കുന്നതാണ്. ഓക്കെ, ബൈ.